മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസിലെ മൊഡ്യൂൾ 4 ഇന്ത്യൻ ഫിലോസഫിയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വാട്ട് ഡു ദ ജൈന സേ അബൌട്ട് നോളേജ്, അഥവാ ജൈന മതാനുയായികളുടെ ജ്ഞാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അറിവ് നേടുന്നതിനുള്ള മാർഗങ്ങളായി അനുഭവസാക്ഷ്യം, അനുമാനം, ഗ്രഹണശക്തി എന്നിവയിൽ ജൈന മതക്കാർ വിശ്വസിക്കുന്നു. അവർ സ്യാതുവാദം അല്ലെങ്കിൽ അറിവിൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം എന്നൊരു തത്വം മുന്നോട്ട് വെച്ചു. യാഥാർത്ഥ്യത്തിന് നിരവധി സവിശേഷതകളുണ്ടെന്ന് ജൈനമതക്കാർ വിശ്വസിക്കുന്നു. ഹ്യൂമൻ നോളേജ് പരിമിതമാണെന്നും അറിവിൻ്റെ എല്ലാ മേഖലകളും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയില്ലെന്നും ജൈനമതം അഭിപ്രായപ്പെടുന്നു. ഭൂമിയിലെ എല്ലാ പദാർത്ഥങ്ങളെയും ജീവനുള്ളവയെന്നും ജീവനില്ലാത്തവയെന്നും എങ്ങനെ രണ്ടായി ജൈന സ്കൂൾസ് തരംതിരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. അവ രണ്ടും വ്യത്യസ്തമായ നിലയിലും സ്വതന്ത്രാവസ്ഥയിലും യാഥാർത്ഥ്യങ്ങളാണ്. ജീവനില്ലാത്തവ 5 വിധമുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കാലമാണ് അല്ലെങ്കിൽ സമയം. രണ്ടാമത്തേത് ആകാശം അല്ലെങ്കിൽ സ്ഥലം. 3 ധർമ്മ അല്ലെങ്കിൽ കർമ്മം. 4 അധർമ്മ അല്ലെങ്കിൽ വിശ്രമം. 5 പുഡ്ഗല അല്ലെങ്കിൽ പദാർത്ഥം. മനുഷ്യർ, മൃഗങ്ങൾ, ചെടികൾ, അണുക്കൾ ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവനുള്ള വസ്തുവിനും ആത്മാവുണ്ടെന്ന് ജൈനമതക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ അജ്ഞത മൂലം ഇവയോരോന്നും തടവറയിലാണ്. കർമ്മം ആത്മാവിനെ ശരീരവുമായി പദാർത്ഥം കൊണ്ട് ബന്ധിപ്പിക്കുന്നു. ശരിയായ വിശ്വാസം, ജ്ഞാനം, പെരുമാറ്റം എന്നിവ പദാർത്ഥത്തെ ആത്മാവിൽ നിന്നും വേർതിരിക്കുന്നതിലേക്ക് നയിക്കുന്നു. 5 പ്രതിജ്ഞകൾ ഉൾക്കൊള്ളുന്ന ഒരു 5 ആത്മനിയന്ത്രണ രീതി ജൈനമതക്കാർക്കുണ്ട്. അഹിംസ അല്ലെങ്കിൽ അക്രമരാഹിത്യമാണ് ഒന്നാമത്തേത്. 2 സത്യം. 3 അസ്തേയ, മോഷ്ടിക്കാതിരിക്കൽ. 4 ബ്രഹ്മചര്യം. 5 അപരിഗ്രഹ അഥവാ ആത്മനിഷേധം. ജ്ഞാന എന്ന വാക്ക് എല്ലാ തരത്തിലുള്ള അന്തർദർശനങ്ങളെയും യഥാർത്ഥമായാലും വ്യാജമായാലും അർത്ഥമാക്കുന്നു. ഇവയിൽ നേരായ അന്തർദർശന അഥവാ യഥാർത്ഥ ജ്ഞാനത്തെ പ്രമ എന്ന് വിളിക്കുന്നു. ഇത് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന പദത്തിന് തത്തുല്യമായതാണ്. പാശ്ചാത്യ സങ്കല്പത്തിൽ അറിവ് ഒരു നിര വിശ്വാസങ്ങളുടെ ഉപവിഭാഗമാണ്. എന്നാൽ ഇന്ത്യൻ സങ്കല്പത്തിൽ അന്തർദർശനത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ് പ്രമ അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം. അവ വിശ്വാസങ്ങളല്ല. പാശ്ചാത്യ തത്വശാസ്ത്രത്തിൽ അറിവ് ഒരു വിശ്വാസത്തെ അർത്ഥമാക്കുന്നു. ഒരു വിശ്വാസം വ്യാജമാണെന്ന് കണ്ടെത്തുമ്പോൾ ആ നിമിഷം മുതൽ അത് അറിവ് എന്ന് വിളിക്കാതാകുന്നു. അതിനാൽ പാശ്ചാത്യ സങ്കല്പത്തിൽ ജ്ഞാനത്തെ യഥാർത്ഥ ജ്ഞാനം അല്ലെങ്കിൽ വ്യാജമായ ജ്ഞാനം എന്നിങ്ങനെ തരംതിരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനം എന്ന സങ്കല്പം ഒരു ടോറ്റോളജി അഥവാ അനാവശ്യമായ ആവർത്തനമാണ്. എന്നാൽ വ്യാജമായ ജ്ഞാനം എന്ന സങ്കല്പം ഒരു കോൺട്രഡിക്ഷൻ അഥവാ വൈരുദ്ധ്യമാണ്. അത് ജ്ഞാനത്തിൻ്റെ പരിധിയിൽ വരുന്നതേയില്ല. പാശ്ചാത്യ തത്വശാസ്ത്രം അസാധുവായ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത ജ്ഞാനം എന്ന സങ്കല്പത്തെ അംഗീകരിക്കുന്നു പോലുമില്ല. നേരെ മറിച്ച് ഇന്ത്യൻ തത്വശാസ്ത്രത്തിൽ ജ്ഞാനത്തെ സാധുവായ ജ്ഞാനം അല്ലെങ്കിൽ പ്രമ എന്നും അസാധുവായ ജ്ഞാനം അല്ലെങ്കിൽ അപ്രമ എന്നും തരംതിരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇന്ത്യൻ തത്വശാസ്ത്രത്തിലെ വൈശേഷിക സ്കൂളിനെ പറ്റിയാണ്. കനാഡയാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. ഈ സ്കൂൾ അതിൻ്റെ ഭൂരിപക്ഷം ആശയങ്ങളും ന്യായ സ്കൂളുമായി പങ്കുവയ്ക്കുന്നു. യഥാർത്ഥത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം പൂർണ്ണ വിമോചനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥത്തെ തുറന്നുകാട്ടുന്നതിന് വൈശേഷിക സ്കൂൾ പ്രതിജ്ഞാനബദ്ധമാണ്. വിജ്ഞാനത്തിൻ്റെ സമസ്ത മേഖലകളെയും താഴെ പറയുന്ന 7 വിഭാഗങ്ങളായി ഈ സ്കൂൾ തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പദാർത്ഥമാണ്. 2 ക്വാളിറ്റി അഥവാ മേന്മ. 3 പ്രവൃത്തി അഥവാ കർമ്മം. 4 സാധാരണത്വം അഥവാ സാമാന്യത്വം. 5 പ്രത്യേകത്വം അസാമാന്യത്വം. 6 സഹജമായ സവിശേഷതകൾ. ലാസ്റ്റ് വൺ അസ്തിത്വമില്ലായ്മ എന്ന വാദം. നെക്സ്റ്റ് നമ്മൾ വേദിക് കാലഘട്ടത്തെ പറ്റിയാണ് പറയുന്നത്. ഒരിടത്ത് സ്ഥിരമായി താമസിക്കുക എന്ന ആര്യന്മാരുടെ ശീലത്തെയും അവരുടെ വളർച്ചയെയും വേദിക് കാലഘട്ടം സൂചിപ്പിക്കുന്നു. ഉപനിഷത്തിന് മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ വലിയ തത്വശാസ്ത്രമൊന്നും പ്രകടമായിരുന്നില്ല. എന്നാൽ ഇന്ത്യയിലെ ഉയർന്ന ആദർശവാദത്തിൻ്റെ ആരംഭങ്ങൾ ഈ കാലഘട്ടത്തിലാണ് പ്രകടമായതെന്ന കാര്യം നമുക്ക് നിഷേധിക്കാനാവില്ല. അടുത്തതായി പറയുന്നത് എപ്പിക് കാലഘട്ടത്തെ പറ്റിയാണ്. ആദ്യകാല ഉപനിഷത്തുകളും വിവിധ തത്വശാസ്ത്ര പഠന വിഭാഗങ്ങളും പിറവിയെടുക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അപഗ്രഹിക്കുന്നതും ഈ കാലഘട്ടത്തിൽ തന്നെ. രാമായണവും മഹാഭാരതവും ഈ കാലഘട്ടത്തിൽ നിന്നും ഉദയം കൊണ്ടതാണെന്നും പലരും വിശ്വസിക്കുന്നു.
ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ശൈവിസത്തിൻ്റെയും വൈഷ്ണവിസത്തിൻ്റെയും വേരുകൾ ചെന്നെത്തുന്നതും ഈ കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സൂത്ര കാലഘട്ടത്തെ പറ്റിയാണ്. തത്വശാസ്ത്രത്തിൻ്റെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകുന്നതിന് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. സാഹിത്യരചനകളെ സംഗ്രഹിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന നിലയിൽ സൂത്രങ്ങൾ പിറവിയെടുക്കുന്നത് ഈ കാലഘട്ടത്തിലായിരുന്നു. അടുത്തത് സ്കോളാസ്റ്റിക് കാലഘട്ടത്തെ പറ്റിയാണ് പറയുന്നത്. സൂത്ര കാലഘട്ടത്തിൽ നിന്നും എടുത്തു പറയത്തക്ക വ്യത്യാസമൊന്നും ഈ കാലഘട്ടത്തിൽ പ്രകടമാകുന്നില്ല. പ്രശസ്ത തത്വചിന്തകരായ കുമാരില, ശങ്കര, രാമാനുജ, ശ്രീധര, മാധവ, വെക്കാസ്പതി, ഉദായന, ഭാസ്കര, ജയന്ത, വിജ്ഞാന ഭിക്ഷു, രഘുനാഥ തുടങ്ങിയവർ ഈ കാലഘട്ടത്തിന് ഉജ്ജ്വല സംഭാവനകൾ നൽകി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എപ്പിസ്റ്റമോളജി എന്താണെന്നാണ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് നോളേജ്. അടുത്തത് വാട്ട് ഈസ് തർക്കശാസ്ത്ര. തർക്കശാസ്ത്ര മീൻസ് ദ സയൻസ് ഓഫ് റീസണിങ്. ദിസ് മെത്തഡോളജി വാസ് അഡോപ്റ്റഡ് ബൈ ന്യായ സ്കൂൾ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് പൂർവ ഓർ പക്ഷ. It is a very common methodology employed by nearly all the schools of Indian philosophical thought. It gives full exposition of its philosophy and would present its own criticism. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് സ്മൃതി അഥവാ മെമ്മറി. ഓൾ കോഗ്നിഷൻ ഹാസ് ബീൻ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് വെദർ ഇറ്റ് ഹാസ് ബീൻ പ്രസൻറ്റഡ് ടു സെൻസസ്. സ്മൃതി അഥവാ മെമ്മറി ഈസ് ആൻ ഇംപ്രഷൻ ഓഫ് എ പാസ്റ്റ് എക്സ്പീരിയൻസ്. അടുത്തത് വാട്ട് ഈസ് ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെൻറ്റ്. Hypothetical argument is a process in which we question the consequences of accepting or rejecting an alternative. Hypothetical argument is not considered as an independent source of valid knowledge or pramana, but it is considered as an aid to pramana. അപ്പോൾ ഇത്രയുമാണ് മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസിലെ മൊഡ്യൂൾ 4 ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്നത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിച്ചിരിക്കണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.